മണിയോരം പ്രൈസ് കാർഡിൽ എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു മാനവരാശിയുടെ ദൈവമാണ്, ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. അല്ലെ, ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഭൂമി അതിൻ്റെ ഭൂതലവും അല്ലെ അതിൻ്റെ നിറവും അതിലെ ഉള്ള ആൾക്കാരും അല്ല ഭൂമിയിലുള്ള സകലരും യഹോവയുടേതാണ് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. യഹോവ തന്നെയാണ് യേശു അല്ലെ, യഹോവ തന്നെയാണ്. യേശുവിൻ്റെ പേരാണ് ജീസസ് എന്നുള്ള, ഇംഗ്ലീഷ് വേർഷന് ജീസസ് എന്നുള്ളത് അല്ലെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ദൈവത്തെ ഒരിക്കൽ പോലും ചർച്ചിൻ്റെ അകത്തേക്ക് മാത്രമായിട്ട് ഒതുക്കി നിർത്താൻ ശ്രമിക്കരുത് അല്ലെ. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പോൾ എന്താ പറയുക, ഗവൺമെൻറ്റും ഈ ലോകവും വേറെ, ചർച്ച് വേറെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ ദൈവം അങ്ങനെയല്ല കരുതുന്നത്. ദൈവം അതല്ല നമ്മളെ പറ്റി പറയുന്നത്. ദൈവത്തിൻ്റെ കിങ്ഡം ഈ ലോകത്തിൽ വരണം, അതാണ് യേശുവിൻ്റെ ആഗ്രഹം. അത് തന്നെയാണ് യേശു നമ്മളോട് പ്രാർത്ഥിക്കാനും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അല്ലെ. ദൈവമേ, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലെ പോലെ തന്നെ ചർച്ചിൻ്റെ അകത്തായിരിക്കണം എന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയുന്നത്. മുമ്പോട്ട് പോകുന്ന പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവ്. യേശു അങ്ങനെ പോലെ ദൈവമല്ല, അങ്ങയുടെ സ്നേഹം പോലെ നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഗോഡ്. സകല വിധത്തിലുള്ള മഹത്വവും അങ്ങയുടെ നാമത്തിൽ തന്നെ വരട്ടെ കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, എല്ലാ മഹത്വവും അങ്ങക്ക് മാത്രമുള്ളത് കർത്താവ്. ലോർഡ് ഫാദർ, അങ്ങ് മാത്രമാണ് ഞങ്ങളെ സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്നത് കർത്താവെ. ലോകത്തിൽ ചുറ്റും ലോകത്തിൽ ഒരുപാട് ദൈവങ്ങളെ കാണുന്നുണ്ടെങ്കിൽ പോലും ഒരാൾ പോലും ക്രോസ് കാൽവരി മരിക്കുകയോ ഞങ്ങളെ വീണ്ടെടുക്കുകയോ ചെയ്തിട്ടില്ല അങ്ങ് ഒഴികെ. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡ്, ഞങ്ങൾ ഇന്ന് സത്യത്തിലേക്ക് നയിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവ്, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ പുത്രനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്ക് എസെക്കിയേലിലേക്ക് പോകാം. എസെക്കിയേൽ അതിൻ്റെ 45 ചാപ്റ്ററിൻ്റെ 9 തൊട്ട് 12 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കാം. എസെക്കിയേലിൻ്റെ 45 ചാപ്റ്ററിൻ്റെ 9 തൊട്ട് 12 വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇസ്രായേൽ പ്രഭുക്കന്മാരെ മതിയാക്കുവിൻ, സാഹസവും കവർച്ചയും അകറ്റി നീതിയും ന്യായവും നടത്തുവിൻ, എൻ്റെ ജനത്തോട് പിടിച്ചു പറിക്കുന്നത് നിർത്തുവിൻ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഒത്ത തുലാസും ഒത്ത ഏഫയും ഒത്ത ബത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഏഫയും ബത്തും ഒരു പ്രമാണമായിരിക്കണം. ബത്ത് ഹോമേറിന്റെ 10 ഒന്നും ഏഫ ഹോമേറിന്റെ 10 ഒന്നും ആയിരിക്കണം. അതിന്റെ പ്രമാണം ഹോമേറിനൊത്തതായിരിക്കണം. ഷെക്കൽ ഒന്നിനു 20 ഗേര ആയിരിക്കണം. 5 ഷെക്കൽ 5 അത്രേ, 10 ഷെക്കൽ 10 അത്രേ, 50 ഷെക്കൽ ഒരു മന എന്നിങ്ങനെ ആയിരിക്കണം. യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു അല്ല. യഹോവ കർത്താവാണ്. കർത്താവ് എന്ന് പറയുമ്പോൾ സേവ്യർ, മെഷയ എന്ന് പറയും. അപ്പൊ നമുക്കറിയാം യഹോവ തന്നെയാണ് ജീസസ് ക്രൈസ്റ്റ് അല്ലെ, നമ്മളുടെ സേവ്യർ ആയിട്ടുള്ള ദൈവം. അപ്പൊ ഇതാണ് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ പ്രഭുക്കന്മാരോട് പറയുന്നതാണെങ്കിൽ പോലും, പ്രഭുക്കന്മാരെന്നല്ല, ശരിക്കും പറഞ്ഞാൽ പ്രിൻസ് എന്നൊരു വാക്കാണ് ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. വെച്ചാൽ റൂൾ ചെയ്യുന്ന ആൾക്കാർ അല്ലെ, സമൂഹത്തിൽ റൂൾ ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അന്നത്തെ കാലത്ത് രാജാക്കന്മാരായിരുന്നു അല്ലെ, പിന്നെ ഹൈ പ്രീസ്റ്റുമാരും ഉണ്ടായിരുന്നു, പ്രധാന പുരോഹിതന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ നമുക്കറിയാം എന്താ പറയുക, എസെക്കിയേലും ജെർമിയായും ഐസയാലൊക്കെ എഴുതിയിരിക്കുന്നത് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരുന്ന, അന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരുന്ന കൊള്ളരുതാതെ അല്ലെ, അവരുടെ മോശപ്പെട്ട രീതിയിലുള്ള ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ബാലിനെ വർഷിപ്പ് ചെയ്യാനും ഒക്കെ പോയി അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസം വന്ന് അവര് ദൈവം പറഞ്ഞിരിക്കുന്ന വഴി നിന്നല്ല അവർ മാറി വ്യതിചലിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെ, പിന്നെ അസേറിയൻസിനെയും വിട്ട്, അല്ലെങ്കിൽ ജൂഡന്റെ കാര്യമാണെങ്കിൽ ബാബിലോണിനെല്ലാം വിട്ട്, എന്താ പറയുക, അവരെ പിടിച്ച് എടുക്കുന്ന, അവരെ നാട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ തന്നെ കൊണ്ടെത്തിച്ചാണ്. ദൈവത്തിന് അതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും, പക്ഷെ ഇവർ തന്നെ ഇവരുടെ മോശപ്പെട്ട രീതിയിലുള്ള സ്വഭാവം കാരണം, പെരുമാറ്റം കാരണം, ജീവിത ശൈലി കാരണം ദൈവത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നു. കാരണം ദൈവത്തിനെ പറ്റി നമുക്ക് എല്ലാവർക്കും, ദൈവം പിതാവാണ് അല്ലെ. പിതാവായ ദൈവത്തിന് തന്റെ സൃഷ്ടി നശിച്ചു പോകുന്ന താല്പര്യമില്ല. എങ്ങനെയെങ്കിലും അല്ലെ അവരെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുകയാണ്, എസെക്കിയേൽ ഇപ്പൊ നമുക്ക് 40 ഒക്കെ തൊട്ടങ്ങ് വായിക്കുമ്പോൾ 45, 46 ഒക്കെ വാക്കുകൾ. അപ്പൊ ആ ഒരു നമുക്കറിയാം എസെക്കിയേൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ടെമ്പിളിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയല്ല ഇവിടെ പറഞ്ഞു. ഇവിടെ ജനറൽ ആയിട്ടുള്ള ഒരു
കാര്യം ദൈവം ഇങ്ങനെ പറയുവാണ് അല്ലെ. ഇസ്രായേൽ പ്രഭുക്കന്മാരെ മതിയാക്കുന്നു, സാഹസവും കവർച്ചയും അകറ്റി നീതിയും ന്യായവും നടത്തുവിൻ, എന്റെ ജനത്തോട് പിടിച്ചു പറിക്കുന്നത് നിർത്തുവിൻ എന്ന് യഹോവയെ കർത്താവിന്റെ അരുളപ്പാട് അല്ലെ. അപ്പൊ നമ്മള് പൊതുവേ നമുക്കുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ വിചാരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയോ നമ്മുടെ മനസ്സിനുള്ളിൽ കയറിപ്പോയ ഒരു കാര്യമെന്ന് തോന്നുന്നു. ദൈവം ചർച്ചിന്റെ അകത്ത് സൺഡേയിലുള്ള ഒരാള് എന്നൊരു രീതിയിലേക്ക് നമുക്ക് നമ്മളുടെ ഐഡിയ വന്നിട്ടുണ്ട് അല്ലെ. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഇരുട്ടാണ് സമൂഹത്തിൽ, അത് വാസ്തവം. പക്ഷെ അത് കാണുമ്പോൾ നമ്മുടെ വിചാരം ദൈവം ചർച്ചിൻ്റെത് മാത്രമാണ് എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കും. പക്ഷെ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇസ്രായേലിന്റെ പ്രഭുക്കന്മാരോട് പറയാം, അവരുടെ അന്നത്തെ രാജാവിനോട് അല്ലെങ്കിൽ റൂളർമാരോട് ദൈവം പറയണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യത്തെപ്പറ്റി വളരെയധികം എന്താ പറയാ, ദൈവത്തിന് താല്പര്യമാണെന്ന് ചുരുക്കം അല്ലെ. ദൈവത്തിന്റെ രാജ്യം വരണമെന്നാണ് മത്തായിക്ക് ആറാമത്തെ ചാപ്റ്ററില്, മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 6ാമത്തെ ചാപ്റ്ററിൽ യേശുക്രിസ്തു ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. യുവർ കിങ്ഡം കം, യുവർ വിൽ ബി ഡൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചർച്ചിലായിരിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിലായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഭൂമി ദൈവത്തിന് 24ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, 1ഉം 2ഉം വാക്ക് പറഞ്ഞിരിക്കുന്നത്, ഭൂമി അതിന്റെ പൂർണ്ണനും ഭൂതലും അതിന്റെ നിവാസികൾ യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. അപ്പൊ ഇത് ലോകത്തെ സൃഷ്ടിച്ചത് മൊത്തം ദൈവമാണ് അല്ലെ. അപ്പൊ ലോകത്തിലുള്ളതും സകലം ദൈവത്തിൻ്റെതാണ്, ഭൂനിവാസികളും ഭൂതലവും സകലം ദൈവത്തിൻ്റെതാണ്. അപ്പൊ ചർച്ച മാത്രമല്ലല്ലോ. അപ്പൊ നമ്മള് ഇവിടെ കാണുന്ന ഒരു ഇങ്ങനെ ദൈവം സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരായിട്ട് ശബ്ദമുണ്ടാക്കുക അല്ലെ. സമൂഹത്തിലുള്ള അനീതിക്കെതിരായിട്ട് ശബ്ദമുണ്ടാക്കിയിട്ട് ദൈവം പറയും, ഇങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അനീതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, ആൾക്കാരെ ഒപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിങ്ങൾ നിർത്ത എന്ന് പറഞ്ഞിരിക്കും അല്ലെ. എന്റെ ജനത്തോട് പിടിച്ചു പറിക്കുക നിർത്തുവിൻ എന്ന് യഹോവ കൽപ്പന ചെയ്യുക അല്ലെ. അപ്പോ ദൈവത്തിന്റെ ജനം എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്ത്യൻസ് മാത്രമാണെന്ന് വിചാരിക്കും അല്ലെ. ക്രിസ്ത്യൻസ് മാത്രമല്ലല്ലോ ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ ഇസ്രായേലിനെ പറ്റിയാണ് ദൈവത്തിന്റെ ജനം എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മളൊന്ന് വിചാരിച്ചു നോക്ക്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് മാനവരാശിക്ക് വേണ്ടിയാണ് വന്നത്. തന്റെ സൃഷ്ടി എല്ലാത്തിനും സ്നേഹിക്കുന്ന ദൈവമാണ് ദൈവം അല്ലെ. തന്റെ ജനം എന്ന് പറയുമ്പോൾ ഒക്കെ ദൈവത്തെ രക്ഷകനായിട്ട് സ്വീകരിച്ച ആൾക്കാരെ പറ്റി മക്കൾ എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച ആൾക്കാരെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഒരു ക്രിയേഷനും വേണ്ടെന്ന് വെക്കുന്ന ദൈവമല്ല അല്ലെ. ഇവിടെ ദൈവം പറഞ്ഞിട്ടില്ല ഇങ്ങനെ. എപ്പോ നമുക്കറിയാം, ഇസ്രായേലിന്റെ കാര്യത്തിൽ എടുത്ത് നോക്കുമ്പോൾ ദൈവത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു അല്ലെ. ദൈവത്തിന്റെ വഴി കൂടെ നടക്കാൻ താല്പര്യപ്പെടാതിരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അവരെ ദൈവം വേർതിരിവ് കാണിക്കുന്നില്ല അല്ലെ. അവർക്ക് നമുക്കറിയാം, ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ മന്ന എല്ലാവർക്കും കൊടുത്തു. അവിടെ എത്ര പേരുണ്ടായിരുന്നു ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടിരുന്നവർ അല്ലെ. 2-3 പേര്, കയ്യിലെണ്ണാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. മോസസ്, ആരോനും കേലവും ജോഷുവും അല്ലാതെ പിന്നെ എത്ര പേരുണ്ടായിരുന്നു ദൈവത്തെ വിശ്വസിച്ചിരുന്ന ആൾക്കാർ അവിടെ. പക്ഷെ എന്നിട്ടും മന്ന കൊടുത്തതും എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുത്തത്. അപ്പൊ ദൈവം അങ്ങനെയാണ് പറഞ്ഞത്. സമൂഹത്തെ മൊത്തത്തിനാണ് ദൈവം പറയുന്നത്. ദൈവത്തിന്റെ ഹൃദയം അങ്ങനെയാണ് അല്ലെ. മനുഷ്യര് ദൈവത്തെ ഇഷ്ടപ്പെടുന്നില്ലെന്നേ ഉള്ളൂ. മനുഷ്യന്റെ ആത്മാവിന് ദൈവം വളരെയധികം ഇഷ്ടപ്പെടുന്നു അല്ലെ. മനുഷ്യന്റെ പ്രാണനെ ദൈവം ഇഷ്ടപ്പെടുന്നു, മനുഷ്യന്റെ പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമില്ല എന്നേ ഉള്ളൂ. മനുഷ്യന്റെ പാപങ്ങൾ ദൈവത്തിന് ഇഷ്ടമില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആത്മാവിനെയും പ്രാണനെയും ദൈവം ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഒരു ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാനോ ഒരു പ്രാണൻ പോലും പാതാളത്തിൽ പോകാനോ ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്ത ഒരു ദൈവമാണുള്ളത് നമ്മുടെ ദൈവം അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുവാണ്, നിങ്ങള് നീതിയും ന്യായം നടത്തുവിൻ, എന്റെ ജനത്തോട് പിടിച്ചു പറിക്കുന്നത് നിർത്തുവിൻ എന്ന് യഹോവയെ കർത്താവിന്റെ അരുളപ്പാട്. ഒത്ത തുലാസും ഒത്ത ഏഫയും ഒത്ത ബത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം. എഫയും ബത്തും ഒരു പ്രമാണമായിരിക്കണം. ബത്ത് ഹോമേറിന്റെ 10-ൽ 1, ഏഫ ഹോമേറിന്റെ 10-ൽ 1 ആയിരിക്കണം. ഷെക്കേൽ 1-ന് 20 ഗേര ആയിരിക്കണം. 5 ഷെക്കൽ 5 10 ഷെക്കൽ 10. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാല് ഒത്ത തുലാസും ഒത്ത ഏഫയും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. കള്ളത്തരത്തിലുള്ള പരിപാടി അല്ലെ, കള്ള തുലാസും ത്രാസുമായിട്ടുള്ള പരിപാടിക്ക് നിങ്ങൾ നടക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ നമ്മുടെയൊക്കെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യമല്ലേ. എത്രമാത്രം കള്ളത്തരങ്ങളാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം അതിനൊക്കെ എതിരാണെന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ ഏഫെന്നും ബത്തും എന്നും പറഞ്ഞിരിക്കുന്നു. എന്താ പറയുക, ഷെക്കേലും നമുക്കറിയാം ഇസ്രായേലിന്റെ കറൻസി അല്ലെ, ഇപ്പോഴുള്ള ഷെക്കേൽ തന്നെയുള്ള കറൻസി ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്താ പറയുക, ഗേര എന്നും പറഞ്ഞു. ഇപ്പൊ
ഏഫയും ബത്തും എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അത് ഒരേ അളവാണ്. അപ്പോൾ ഹോമർ എന്നല്ല ഒമർ എന്ന് പറയുമ്പോൾ അതിന്റെ 10 ഏഫയും ബത്തും വരുന്നത്. അപ്പൊ ഏഫ എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുക സോളിഡ് ആയിട്ടുള്ള സാധനം. കാരണം അങ്ങനെയല്ല പറയുന്നത്. ഇപ്പൊ ഇപ്പൊ അരിയൊക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അല്ല പഞ്ചസാര അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അതിന് ഉപയോഗിക്കുന്ന മെഷർമെന്റ് ആണ് ഏഫ എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ബത്തിനെ കൂടെ പറ്റി പറയട്ടെ. ബത്ത് എന്ന് പറയുമ്പോൾ അത് ലിക്വിഡ് അളക്കുന്നതിന് വേണ്ടി, അല്ലെ, ദ്രാവക രൂപത്തിലുള്ള കാര്യങ്ങൾ അളക്കുന്നതിന് വേണ്ടി ഉള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 1 കിലോ അരി വാങ്ങിക്കും, അല്ലെ, നമ്മൾ 1 ലിറ്റർ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ. അപ്പൊ അല്ലെങ്കിൽ 1 കിലോ പഞ്ചസാര, അല്ലെ, നമുക്കറിയാം. വെള്ളത്തിന്റെ കണക്ക് പറയുവാണെങ്കിൽ നമ്മൾ ലിറ്റർ കണക്കിന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ബത്ത് എന്ന് പറഞ്ഞ ഇങ്ങനെ ദ്രാവക രൂപത്തിലുള്ള കാര്യങ്ങൾ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അളവാണ്. പിന്നെ ഏഫ എന്ന് പറഞ്ഞാല് അത് ഘനരൂപത്തിലുള്ള, ഘനമല്ല, എന്താ പറയുക, ഇങ്ങനെ സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെഷർമെന്റ് ആണ്, ഒരു അളവുകോലാണ് അത്, അല്ല. അപ്പൊ അത് രണ്ടും എന്താ പറയുക ഹോമേറിന്റെ 10 എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ ഇവിടെ ഷെക്കലിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. 20 ഷെക്കൽ എന്ന്, സോറി, 5 ഷെക്കൽ ഗേര, ഷെക്കൽ ഒന്നിന് 20 ഗേര ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട്. ഗേര എന്ന് പറഞ്ഞാല് ഏറ്റവും കുറഞ്ഞ എന്താ പറയുക മണി എന്നാ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ 1 രൂപ എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് 10 പൈസകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആ ഒരു 10 പൈസ ഉണ്ടല്ലോ, അതുപോലെയാണ് ഒരു ഗേര എന്ന് പറഞ്ഞാല്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷെക്കൽ ഒന്നിന് 20 ഗേര ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഷെക്കൽ എന്നുള്ളത് ഇത് മണി എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് 20 ഗേരകൾ ഉണ്ടായിരിക്കും എന്ന് പറയും. 20 ഇപ്പൊ 10 പൈസ ഇപ്പൊ 20 രൂപ എടുക്കുകയാണെങ്കിൽ അവത്തില് 20 ഓരോ രൂപ വീതം ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഗേര എന്ന് പറഞ്ഞ ഏറ്റവും താഴെയുള്ള, ഏറ്റവും ആ തുടക്കത്തിലുള്ള, അല്ലെ, തുടക്കത്തിലുള്ള ആ ഒരു മണീന്റെ ഒരു അളവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവം ഇതുകൊണ്ടൊക്കെ എന്തോ ഉപദേശിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ദൈവം ഇവർക്കൊരു ലോ കൊടുക്കുവാണ്, സമൂഹത്തിന് വേണ്ടിയുള്ള ലോ കൊടുക്കും. ഈ നമുക്ക് ആട്ടുകൊറ്റന്മാരെ കൊല്ലണം എന്നൊക്കെ പറയുന്ന, ആട്ടുകൊറ്റന്മാരെ ബലി കൊടുക്കണം, അവരെ പാപങ്ങളെ പോക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആത്മാവിനെ പിടിക്കുന്നതിനുള്ള കാര്യത്തെപ്പറ്റി എല്ലാം ദൈവം പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവം വേറെ ലോകളും കൊടുക്കുക, ഇത് സൊസൈറ്റിക്കുള്ളല്ലോ, അല്ലെ. സൊസൈറ്റി എങ്ങനെയാണ് നടക്കേണ്ടത്, അവിടെ എങ്ങനെയായിരിക്കും അതിന്റെ മെഷർമെന്റുകൾ, എന്താ പറയാ, കള്ള ത്രാസുകളൊന്നും പാടില്ല, അങ്ങനെയൊക്കെ ദൈവം പറഞ്ഞിരിക്കും. എന്ന് വെച്ചാൽ ദൈവം ഇവിടെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്പിരിച്വാലിറ്റിയുടെ ദൈവം മാത്രമല്ല, ആത്മീയതയുടെ ദൈവം മാത്രമല്ല, അല്ലെ, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യത്തിന്റെയും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യത്തിന്റെയും കൂടെ ദൈവമാണ് എന്ന് പറഞ്ഞിരിക്കുക. നിങ്ങൾ എങ്ങനെ ജീവിക്കണം, ഈ ലോകത്തിൽ ജീവിക്കണം എന്നുള്ളത് എനിക്ക് ഒപ്പത്തിനൊപ്പം പ്രാധാന്യമാണ്. എന്താ പറയുക, നിങ്ങൾ എങ്ങനെയായിരിക്കണം സ്പിരിച്വലി, ആത്മീയമായിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത്, അല്ലെ. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയെ ഒരു ജീവിക്കുന്ന ഒരു ബലിയായിട്ട് ദൈവത്തിന് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിന്റെ ജീവിതം, ലോകത്തിലുള്ള ജീവിതവും നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ജീവിതം, നമ്മൾ യേശുവിലായിരിക്കുമ്പോൾ നമ്മൾ ലോകത്തിൽ ജീവിക്കുന്ന ജീവിതം നമ്മുടെ ആത്മീയമായിട്ടുള്ള ജീവിതം പോലെ തന്നെ പരിശുദ്ധമായിരിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുകയാണ്, അല്ലെ. അപ്പൊ ദൈവം ഇവിടെ കാണിക്കുന്നത് ആത്മീയതയുടെ ദൈവം മാത്രമല്ല, ചർച്ചിന്റെ ഉള്ളിന്റെ ഉള്ള ദൈവം മാത്രമല്ല, പകരം എല്ലാത്തിന്റെയും ദൈവമാണ്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയുടെയും ദൈവമാണ് എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെ. ഗോസ്പലിന്റെ കാര്യം എടുക്കുമ്പോൾ ഗോസ്പലും അങ്ങനെ തന്നെയാണ്, അല്ലെ. നമുക്ക് നമ്മളോട് ഒരിക്കൽ പോലും പറഞ്ഞില്ല ആത്മീയതയുടെ മാത്രമെന്ന് പറഞ്ഞു. ഇപ്പൊ ഐസയാന്റെ 61 പോകുമ്പോൾ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഐസയാന്റെ 61 വാക്കുകൾ ഒരുപാട് പിന്നെ എന്താ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെയും പിന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ. അപ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഇസ് അപ്പോൺ മീ, അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് എന്നിലുണ്ട്, അല്ലെ, എന്റെ പുറത്തുണ്ട്. എന്തിനാന്ന് പറഞ്ഞിരിക്കുന്നത്, ടു ബ്രിങ് ഗുഡ് ന്യൂസ് ടു ദ പുവർ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ. പൂറായിട്ടുള്ള ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർക്ക് ഗുഡ് ന്യൂസ്, അല്ലെ, വർത്തമാനം പറയുന്നതിന് വേണ്ടി സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ ആത്മാവ് എന്നിലുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇവിടെ മലയാളത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. എളിയവർ എന്ന് പറയുമ്പോൾ അത് പാവപ്പെട്ടവർ എന്നൊരു അർത്ഥമില്ലല്ലോ, അല്ലെ. എളിമയുള്ളവർ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരു ഹ്യൂമിലിറ്റി ഉള്ളവർ, അല്ലെ, ഒന്ന് താഴ്മയുള്ളവർ എന്നല്ല അർത്ഥം. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ അതിങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്,
ഐസയ 61 ഞാനിപ്പോൾ വായിക്കുന്ന NKJV എന്നുള്ള ഒരു വേർഷനിൽ നിന്ന് വായിക്കുന്നവിടുത്തെ വാക്കുകൾ ഒന്നാമത്തെ വാക്കിന് പറഞ്ഞിരിക്കുന്നത് The Spirit of the Lord is upon me because the Lord has anointed me to preach good tidings to the poor. He has sent me to heal the brokenhearted, to proclaim liberty to the captive and the opening of the prison to those who are bound. അപ്പോൾ ഇവിടെ ഫസ്റ്റിലെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ടു പ്രീച്ച് ഗുഡ് ടൈഡിങ്സ് ടു ദ പുവർ, പാവപ്പെട്ട ആൾക്കാരോട് ഗുഡ് ടൈഡിങ്സിന് സദ്വർത്തമാനം പറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്താ അവർക്ക് ആശ്വാസം പകരുന്ന തരത്തിലുള്ള അത് സംസാരിക്കുന്നതിന് വേണ്ടി ഗുഡ് ന്യൂസ് പറയുന്നതിന് വേണ്ടി എന്നെ ദൈവം അനോയിന്റ് ചെയ്ത് അഭിഷേകം ചെയ്തിരിക്കുന്നു പറയൂ. അപ്പൊ എന്ത് നല്ല വർത്തമാനമാണ് പാവപ്പെട്ട ആൾക്കാരോട് പറയുന്നത്. അവരുടെ പട്ടിണി മാറാൻ പോകുന്നു എന്ന് അവർക്കൊരു രക്ഷകനുണ്ട്, അവരെ പട്ടിണി മാറാൻ പോകുന്നു. അതാണ് പറയുന്ന ഗുഡ് ന്യൂസ് അല്ലെ. നിങ്ങൾക്ക് സ്വർഗത്തിന്റെ രാജ്യം നിങ്ങൾ മരിച്ചു കഴിയാൻ പറഞ്ഞിട്ട് വരും എന്നും പറഞ്ഞിട്ട് പാവപ്പെട്ട മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇന്നത്തുള്ള കാലത്തിന്റെ ഇന്നുള്ള ജീവിതത്തിന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കണം അല്ലെ. അപ്പൊ യേശു വന്നത് ഈ ലോകത്തിന്റെ കാര്യത്തിനായിട്ട് നമ്മുടെ ആത്മീയതയ്ക്കായിട്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടി അല്ലെ, പിശാചിന്റെ വർക്കിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി, മനുഷ്യരുടെ ആത്മാവിനെ വീണ്ടെടുക്കുന്നതിന്, പ്രാണനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ ദൈവം എന്താ പറയുക, ചർച്ചിന്റെ ഉള്ളിൽ മാത്രമുള്ള ദൈവമല്ല എന്ന് ചുരുക്കം. നമുക്കറിയാം. അത് തന്നെയാണ് മത്തായിന്റെ 5 പോകുമ്പോൾ ബി ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മത്തായിന്റെ 5 നമ്മൾ വായിക്കുന്നതാണ്. യേശു ആ മലയുടെ മുകളിൽ നിന്ന് അല്ലെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് തന്നിരിക്കുന്ന ലോയാണ്. ശരിക്കും പറഞ്ഞാൽ 5, 6, 7 ചാപ്റ്ററിലേക്ക് വരുമ്പോൾ മത്തായിന്റെ നമുക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യം എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം യേശുവിലുള്ള വ്യക്തികൾ എന്നതിനെ പറ്റി പറഞ്ഞിരിക്കും. മിക്കവാറും ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, എന്താ പറയുക, നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ വരുന്നവരല്ല എന്ന് പറഞ്ഞിരിക്കുക. ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ വരുന്നവരല്ല. യേശു ന്യായപ്രമാണം എല്ലാം പാലിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ രക്ഷയ്ക്കായിട്ടുള്ള സകല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. പക്ഷെ ന്യായപ്രമാണത്തിന്റെ പാട്ടായിട്ട് വരുന്ന 10 കൽപ്പനയിലെ വരുന്ന പല കാര്യങ്ങളും അല്ല, മറ്റുള്ളവന്റെ ഭാര്യനും ആഗ്രഹിക്കരുത്, മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യണം, അങ്ങനെ കൊലപാതകം ചെയ്യരുത്, വ്യഭിചരിക്കരുതെന്നൊക്കെ പറയുന്നത് ഇന്നും നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അത് ന്യായപ്രമാണത്തിന്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് അതൊന്നും ബാധകമല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ സാധിക്കത്തില്ല അല്ലെ. അത് ഇന്നും നമ്മൾക്കുള്ള കാര്യങ്ങളാണ്. അപ്പോ ശരിക്കും പറഞ്ഞാല് യേശുക്രിസ്തു വന്നതിന് ശേഷം ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങൾ യേശുക്രിസ്തു ചെയ്തെങ്കിൽ പോലും പക്ഷെ നമ്മൾക്ക് അതിനേക്കാളും കുറേം കൂടെ കട്ടിയുള്ള ലോ തരുവ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം യേശുക്രിസ്തു രാജാവാണ്. യേശുവിന്റെ രാജ്യം എന്ന് പറഞ്ഞ രാജ്യമാണ്. അപ്പൊ അവിടെ ഒരു ലോയും ഓർഡറും ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ലല്ലോ. അപ്പൊ നമുക്കിങ്ങനെ ഗോസ്പലുകൾ വായിക്കുമ്പോഴും പിന്നെ എപ്പസൽസ് അല്ലെ, പോളും പീറ്ററും ഒക്കെ എഴുതിയ ലെറ്ററുകൾ, ചർച്ചിന് എഴുതിയ ലെറ്ററുകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കാം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വചനമാണ് നമ്മൾക്കുള്ള എന്താ പറയുക ലോ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ലോയാണ് അല്ലെ. ന്യായപ്രമാണം ന്യായപ്രമാണം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലി മക്കൾ കൊടുത്തതിനെ പറ്റി പറയുന്നതല്ല. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാണ്. അത് നമ്മൾ പാലിച്ചേ പറ്റും അല്ലെ. ഇസ്രായേൽ മക്കൾ കൊടുത്ത ന്യായപ്രമാണത്തെ പറ്റിയല്ല പറയുന്നത്, നമ്മൾക്ക് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നതിനെ പറ്റി പറയുന്നത്. ഇപ്പൊ ഇവിടെ 5-ാമത്തെ ചാപ്റ്ററിന്റെ 5 തൊട്ട് 9 വരെയുള്ള വാക്കുകളെ പറ്റി പെട്ടെന്ന് ഞാൻ പറയുവാണ്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കുന്നു. നീതിക്ക് വിശന്നു ദാഹിക്കുന്ന ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ സൗമ്യതയുള്ളവർ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ, കരുണയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ, സമാധാനം ഉണ്ടാക്കുന്നവർ എന്നൊക്കെ പറയുമ്പോൾ ദൈവം അവരെ ഇവിടെ ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ ബ്ലെസ്ഡ്, അനുഗ്രഹിക്കപ്പെട്ടവർ എന്നൊരു വാക്കാണ് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ സൗമ്യതയുള്ളവരും, നീതിക്ക് വേണ്ടി വിശക്കുന്നവരും, കരുണ ഉള്ളവരും, ഹൃദയം ശുദ്ധിയുള്ളവരും ഒക്കെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഇതിനെപ്പറ്റി എന്താ പറയുക? നമ്മൾ ചർച്ചിന്റെ അകത്ത് മാത്രം കരുണ കാണിച്ചാൽ മതിയോ അല്ലെ? നീതി നടപ്പിലാക്കേണ്ട ശരിക്കും പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ചർച്ചിന്റെ അകമാണ്. എല്ലാവരും യേശുവിന്റെ നീതിയാല് എന്താ പറയണ വസ്ത്രം ധരിക്കുന്ന പോലെ റൈച്ചസ്നെസ് ധരിച്ചിരിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ പിന്നെ ഒരു നീതി പ്രത്യേകിച്ച് നടപ്പാക്കേണ്ട കാര്യം. നീതി വേണ്ട എന്നല്ല പറയുന്നത്, നീതി ന്യായം വേണം, ചർച്ചിലും വേണം. പക്ഷെ അതിനെപ്പറ്റിയല്ല പറഞ്ഞത്, അതിനേക്കാൾ എത്രയോ ഉപരിയായിട്ട് ഈ സമൂഹത്തിൽ വേണം അല്ല. ഇപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളെ ഇപ്പൊ ഇത് സൗമ്യതയുള്ള വ്യക്തി എന്ന് പറഞ്ഞാലും നീതിക്ക് വേണ്ടി വിശക്കുന്ന വ്യക്തി എന്ന് പറയും, കരുണയുള്ളവൻ എന്നൊക്കെ പറഞ്ഞാൽ അത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യത്തെക്കാൾ ഉപരിയായിട്ട് സമൂഹത്തിൽ നടത്തേണ്ട, നമ്മൾ നടപ്പിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത്
അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യവും ഫിസിക്കൽ ആയിട്ടുള്ള കാര്യവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്ന് ചുരുക്കം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള സ്പിരിച്വാലിറ്റി, യേശുക്രിസ്തു ചെയ്യുന്ന ആ വർക്ക്, ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി ചെയ്യുന്ന ആ ഒരു വർക്ക്, അത് നമ്മുടെ സ്വഭാവമായിട്ട് അല്ലെ, നമ്മുടെ സ്വഭാവമായിട്ട് അത് ഈ ലോകത്തിലേക്കും വരണം. അപ്പൊ ലോകത്തിന്റെ പ്രകാശമായിട്ട് നമ്മൾ തീരും എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ കിങ്ഡം ഈ ലോകത്ത് വരണം എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കൽ പോലും എന്താ പറയുക, ദൈവത്തെ യേശുക്രിസ്തുവിനെ ചർച്ചിന്റെ ഉള്ളിൽ മാത്രമാക്കി നിർത്തുന്ന ഒരു വ്യക്തിയാക്കി തീർക്കരുത്. നമ്മൾ അതാണ് ഇന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ മിനിസ്ട്രി ഒന്ന് എടുത്ത് നോക്കിയേ. യേശുവിന്റെ മിനിസ്ട്രി എടുത്ത് നോക്കുമ്പോൾ യേശുക്രിസ്തു സ്വർഗരാജ്യത്തെ പറ്റി സംസാരിക്കുമായിരുന്നു അല്ലെ, വിതയ്ക്കാൻ പോയ വ്യക്തിയുടെ കഥ പറയുമായിരുന്നു അല്ലെ. അങ്ങനെ ഓരോ കഥകളും വഴി ദൈവം സ്വർഗരാജ്യത്തെ പറ്റി പറയുമ്പോൾ അതോടൊപ്പം തന്നെ യേശുക്രിസ്തു എന്താ പറയുന്നത്, ഈ റിലീജിയസ് ആയിട്ടുള്ള അല്ലെ പരീശന്മാരെ ശാസ്ത്രിമാർക്കും എതിരായിട്ട് നിൽക്കുകയും ചെയ്യുമായിരുന്നു. പാവപ്പെട്ട വിധവകളെ അവര് പിഴിഞ്ഞ് ജീവിക്കുക എന്നൊക്കെയുള്ള കാര്യം പറയുകയും ചെയ്യുമായിരുന്നു. അസുഖമായിട്ട് കിടന്ന ആൾക്കാരെ സുഖപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെയെല്ലാം എന്താ പറയുക, സമൂഹത്തിന് ഉപകാരമായിട്ടുള്ള രീതിയിലും യേശുക്രിസ്തു ചെയ്യുമായിരുന്നു അല്ലെ. അതുവഴി നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന വഴി ദൈവത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയി, തന്നിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയി. അതാണ് യേശുക്രിസ്തു ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുക, സത്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, സത്യത്തിന്റെ ടെസ്റ്റിമണി ആയിട്ട് ടെസ്റ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി താൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുക, യോഹന്നാന്റെ സുവിശേഷന്റെ 18-ാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിന് അല്ലെ, ട്രൂത്തിനെ ടെസ്റ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ ദൈവമാണ് ട്രൂത്ത്, ദൈവം കാണിക്കുന്നതാണ്, ദൈവത്തിന്റെ വഴികളാണ് സത്യമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് തങ്ങളുടെ പ്രവൃത്തി വഴി അല്ലെ. അപ്പൊ നമുക്കറിയാം ഇത് യേശുക്രിസ്തു യേശുവിന്റെ കാലം ഈ ലോകത്തിൽ മനുഷ്യനായിട്ടുള്ള സമയം കഴിഞ്ഞപ്പോഴും തീർന്നു പോയില്ല. അപ്പോസ്തലന്മാരും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അപ്പോസ്തലന്മാര് യൂണിറ്റിയെ പറ്റി പറഞ്ഞ് പഠിപ്പിക്കുക ഇരുന്നവര് അല്ലെ. അന്നത്തെ വിശ്വാസികളെല്ലാവരും തങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം അവര് വിറ്റിട്ട് ആ രൂപയെല്ലാം മണിയെല്ലാം കൂടെ കൊണ്ട്, പണമെല്ലാം കൊണ്ട് അപ്പോസ്തലന്മാര് കൈ കൊടുക്കുന്നു. അപ്പൊ ഇല്ലാത്തവർക്ക് അതെല്ലാം വീതിച്ചു കൊടുക്കുന്നു. അങ്ങനെ വളരെ മനോഹരമായിട്ടൊരു ജീവിതം അല്ലെ അവര് നയിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ അവര് പ്രാർത്ഥിക്കുക തന്നെയല്ല ചെയ്തിരുന്നു, വചനം പറയുക തന്നെയല്ല ചെയ്തത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് എങ്ങനെയായിരിക്കണം ഒരു ഒത്തൊരുമ എന്ന് കാണിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ അതും കൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ദൈവത്തെ ചർച്ചിൽ മാത്രമായിട്ട് നിർത്താതെ സ്പിരിച്വാലിറ്റി അത് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിലേക്ക് പ്രതിഫലിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ നിങ്ങൾ ലിമിറ്റ് ചെയ്യരുത്. അപ്പൊ അതുകൊണ്ടാണ് എസെക്കിയേൽ ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഒരു ഏഫായും നിങ്ങളുടെ ഷെക്കേലും അതിനൊക്കെ ഒരു മെഷർമെന്റ് എടുക്കുക, അതെല്ലാം സ്റ്റാൻഡേർഡ് ആയിരിക്കണം അല്ലെ. നിങ്ങളുടെ അളവ് കോലുകളെല്ലാം സ്റ്റാൻഡേർഡ് ആയിരിക്കും. നിങ്ങൾ മറ്റുള്ളവർ പിഴിയാൻ പോകരുത്, മോശപ്പെട്ട രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. എല്ലായിടത്തും എല്ലാ ഏരിയയിലും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടായിരിക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും അല്ലെ, നമ്മുടെ വർക്ക് പ്ലേസിലും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ വിദ്യാഭ്യാസത്തിൽ എല്ലായിടത്തും ദൈവത്തിന്റെ കിങ്ഡം കൊണ്ടുവരാൻ, ദൈവത്തിന്റെ രാജ്യം കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ശ്രമിക്കുമല്ലോ, അങ്ങനെ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അപ്പൊ അങ്ങനെയാകുമ്പോ എല്ലായിടത്തും നമ്മുടെ ജീവിതത്തിൽ മൊത്തം ദൈവം വാഴ്ത്തപ്പെടും. അതിന്റെ ബ്ലെസ്സിങ്ങും നമ്മൾ കാണുക തന്നെ ചെയ്യും. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവേ, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് വചനം വായിക്കുന്നതിനായിട്ട് കർത്താവെ. വചനം വായിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സകല ആൾക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും സ്വാതന്ത്ര്യമുണ്ടായി കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ കർത്താവോട്. ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങൾ സൺഡേയിൽ മാത്രം കാണുന്ന ഒരു ദൈവമാക്കി അങ്ങനെ വെക്കാതെ കർത്താവ്, ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും കർത്താവോട് പാർക്കുക, സമൂഹത്തിന്റെ എല്ലാ ഏരിയയിലും കർത്താവ് അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയ ഞങ്ങളുടെ കയ്യിലേക്ക് സബ്മിറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കേട്ട നന്ദി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.